ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈറിച്ചിനെ സംബന്ധിച്ച് ഇന്നലെ, അതായത് 3/12/2024 നടന്നിട്ടുണ്ട്. ബഡ്സ് കോടതിയിലാണ് ആ കാര്യം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി FIR ഇടാൻ വേണ്ടി ഇതേ കോടതിയെ സമീപിച്ച നിക്ഷേപകനെ FIR ഇടവും കാര്യങ്ങൾ അന്വേഷിക്കണം പോലീസിന് നിർദ്ദേശം നൽകി. FIR ഇട്ട് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ വിധിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഇത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, ഹൈറിച്ച് എന്ന് പറയുന്ന സ്ഥാപനം ഡിജിറ്റൽ ID വഴി ഡിജിറ്റൽ IDയിൽ നിക്ഷേപിച്ച എനിക്ക് ഇത്ര രൂപ നഷ്ടം വന്നു, അതുകൊണ്ട് ആ പണം തിരികെ കിട്ടണമെന്നാണ്. അതിന് ഇദ്ദേഹം ചേർപ്പ് പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും, പക്ഷേങ്കിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ നമ്മുടെ അധികാര പരിധിക്കപ്പുറത്താണ് ഈ ഓഫീസ്, ഈ കമ്പനി എന്ന് പറഞ്ഞതുകൊണ്ട് അത് തള്ളുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇദ്ദേഹം ബഡ്സ് കോടതിയെ തന്നെ സമീപിച്ചത്. ബഡ്സ് കോടതി ചേർപ്പ് പോലീസ് സ്റ്റേഷനോട് റിപ്പോർട്ട് തേടിയപ്പോൾ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞത് നമ്മുടെ അധികാര പരിധിക്കപ്പുറത്താണ് ഈ സ്ഥാപനം എന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനോട് FIR ഇടാൻ വേണ്ടിയിട്ട്, ഇവരുടെ അധികാര പരിധിക്കുള്ള ഇടയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനോട് FIR ഇടാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ബഡ്സ് ആക്ട് പ്രകാരം, അല്ലെങ്കിൽ ബഡ്സ് കേസായിട്ടാണ് ഈ FIRലെ പ്രൊവിഷൻ ബഡ്സ് പരമായിട്ടുള്ള ഒരു കേസായിട്ടാണ് വരിക. അതിനാൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ ബഡ്സ് അതോറിറ്റിക്കും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള 50-ലധികം FIRകളിൽ ഒന്നുകൂടി വരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഇദ്ദേഹം തൻ്റെ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ വളരെയധികം സഹായിച്ച ഒരു കേസ് കൂടിയാണ് ഈ ഒരു FIR എന്നുള്ളത്. പോലീസ് അന്ന് തന്നെ പറഞ്ഞത്, കോടതി ഡയറക്ഷൻ തരുകയാണെങ്കിൽ ഞങ്ങൾ FIR ഇട്ട് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നാളത്തെ വിധി എന്താവും, അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ വിധി എന്താവും എന്നുള്ള സൂചനകളാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന്, കോടതിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബൈ.